ഹലോ ഫ്രണ്ട്സ്, റാക്ക് എന്നൊരു സീരീസ് ഉണ്ട് കേട്ടോ. എൻ്റെ അമ്മു കണ്ടിട്ട് കാണണ്ടായിരുന്നു തോന്നി. കാരണം അങ്ങനത്തെ ഒരു പരിപാടി ഭയങ്കര ഒരു ട്രോമ. 2 ദിവസം ഞാൻ അതിൻ്റെ ഒരു ഇതിലായിരുന്നു. അതാണ് എനിക്ക് ഇതിനെപ്പറ്റി പറയണോ വേണ്ടതെന്ന് ഞാൻ ആലോചിച്ചത്. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഞാൻ റിവ്യൂസോ അല്ലെങ്കിൽ ഒന്നും പറയാറില്ലായിരുന്നു. പക്ഷെ എനിക്ക് ഇതിനെപ്പറ്റി പറയണം തോന്നി. കാണാത്തവരെന്തായാലും ഇത് കണ്ടു നോക്കണം. കാരണം നമ്മളെ നാട്ടിൽ നമ്മളെ മക്കളെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ അവർ ആരെങ്കിലും ലിഫ്റ്റ് വെച്ച് കയറുമ്പോൾ വടക്കത്ത് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു പേടി തോന്നും. ഞാൻ അങ്ങനൊന്നും കയറല്ലേ മക്കളെ എന്ന് നമുക്ക് പറയാൻ തോന്നും. അതാണ് ഈ സീരീസിന്റെ പ്രത്യേകത. അത്രയും ഭയങ്കരമായിട്ടുള്ളൊരു സംഭവമാണിത്. കാണാത്തവരെന്തായാലും കണ്ടു നോക്കുക. ഡൽഹിയിൽ വെച്ച് റിയൽ ഇൻസിഡന്റ് ആണ്. 2 കുട്ടികളെ വളരെ ബ്രൂട്ടലായിട്ട് കൊലപ്പെടുത്തിയ 2 പ്രതികളുണ്ട്. വില്ല രംഗ പറഞ്ഞിട്ട്. അത് ശരിക്കുള്ള സംഭവമാണ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സീരീസ് എടുത്തിരിക്കുന്നത്. അത് കഥ ഞാൻ പറയുന്നത്, നിങ്ങൾ സീരീസ് കണ്ടോ? ആമസോണിലാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ പ്രത്യേകിച്ച് 2 പേരുണ്ട്. ഒന്ന് ഇവൻ, അതായത് ഇതിലെ പേര് വന്നിരിക്കും ബാബു എന്നാണ് ആ ക്യാരക്ടറിന്റെ. അത് ചെയ്തിരിക്കുന്നത് ആകാശ് മൈജാർ എന്ന വ്യക്തിയാണ്. പെർഫോമൻസ് അറിയാളുടെ. നമുക്കൊരാളെ തച്ചാണ്ട് കൊന്നിട്ട് അവന്റെ മോന്തേമ കയറിയിരുന്ന് ചവിട്ടാന്ന് എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു പെർഫോമൻസ് ആണ് അയാൾ. അതേപോലെ പോലീസ് ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ജയപ്രകാശ് എന്നൊരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് അലി അഫ്സല്. അടിപൊളി പെർഫോമൻസ്. അല്ലെ സൊനാലി ബദ്ര ആണെങ്കിലും അതുപോലെ ആമിർ ബഷീർ പറഞ്ഞ ആളാണെങ്കിലും ഇവരൊക്കെ പെർഫോമൻസ് കൊണ്ട് വേറെ ലെവൽ. അതിൽ ട്രോമയായിട്ട് അവരുടെ ആ ഒരു മക്കൾ മരിച്ചതിന് ശേഷമുള്ള ഒരു ട്രോമ ഒക്കെ ഉണ്ട്, കുറച്ച് സീക്വൻസ് ഒക്കെ. അതൊന്നും സഹിക്കാൻ വയ്ക്കില്ല നമുക്ക് കാണുമ്പോൾ. അങ്ങനെ ഈ വില്ലന്മാരെ പറ്റി പറയുകയാണെങ്കിൽ ഒരുത്തൻ റജ്ജർ ഉണ്ട്, അതായത് രാം ദീപ് ജാദവ് പറഞ്ഞ വ്യക്തിയാണ് ചെയ്തിരിക്കുന്നത്. അയാളും ഈ ആകാശ് മെഹജിനെയും കാണുമ്പോൾ നമുക്ക് കൊല്ലാൻ തോന്നുന്നു പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ബ്രൂട്ടാലിറ്റിയാണ് അവർ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ കൂടുതലും നമുക്ക് ബാബു പറഞ്ഞ കഥാപാത്രം ചെയ്ത വ്യക്തിയോട്, ആകാശ് മെഹജിയോട് അത്രയും ബ്രൂട്ടലാണ് അവൻ. അവനൊരു വല്ലാത്ത സാധനമാണ്. അങ്ങനെയുള്ള കുറേ കഥാപാത്രങ്ങൾ, അതേപോലെ ഒരുപാട് സിറ്റുവേഷൻസ്, അങ്ങനെ പോണ ഒരു 8 എപ്പിസോഡേ ഉള്ളൂ മൊത്തം സീരീസ്. പക്ഷെ ഓരോ എപ്പിസോഡിലും നമ്മളിങ്ങനെ കണ്ടു പോണതിനനുസരിച്ച് നമുക്ക് എവിടെയും ബോറടിക്കുന്നില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇതിന്റെ സ്റ്റോറി ടെല്ലിംഗ് അങ്ങനെ എവിടെയും നമ്മളെ ബോറടിപ്പിക്കാതെ ഒരേ മീറ്ററിൽ പോകും. ഒരുപാട് ബ്രൂട്ടൽ സീക്വൻസ് ഉണ്ട്, അതുപോലെ അഡോൾട്ട് ആയിട്ടുള്ള കുറേ രംഗങ്ങളുണ്ട്. ആരും ഇത് കുട്ടികളെ വെച്ച് കാണാൻ ഇരിക്കരുത്. അതേപോലെ തന്നെ ഇതൊരു പ്യുവർ 18+ ആണ്, കുട്ടികളെ വെച്ച് കാണാതിരിക്കുക. അതേപോലെ ഇത് എല്ലാവർക്കും ഒരു അവയർനെസ് കൂടിയാണ് കേട്ടോ. നമ്മളെ നാട്ടിൽ ഒരുപാട് പേരുണ്ട് ഇതേപോലെ. ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണുമ്പോൾ തോന്നില്ല, പക്ഷെ അവരുടെ ഉള്ളിലുള്ള ആ ഒരു വിഷം എന്ന് പറയുന്നത് അത്രയും ബ്രൂട്ടലാണ്. വീട്ടിൽ മക്കളുള്ള എല്ലാ അച്ഛനമ്മമാരും എല്ലാ സഹോദരന്മാരും ഇത് കണ്ടിരിക്കണം. നമ്മളെ മക്കളൊക്കെ ആരെങ്കിലൊക്കെ ലിഫ്റ്റ് വെച്ച് വരുമ്പോഴൊക്കെ നമ്മൾ കുഴപ്പമില്ല എത്തിപ്പെട്ടല്ലോ എന്നല്ലേ വിചാരിക്കണ്ടേ. ഈ സീരീസ് ഉണ്ട് ഞങ്ങൾ പിന്നെ ഒരിക്കലും എന്നെ സമ്മതിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. അത്രയും ബ്രൂട്ടൽ. എപ്പോഴും ഡൽഹിയിൽ ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഡൽഹിയിൽ നിന്നല്ല, കേരളത്തിലും എല്ലായിടത്തും. കാണാത്തവർ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. ഒരു കിടിലൻ സീരീസ്, മിസ് ചെയ്യാതെ കാണുക. ആമസോൺ പ്രൈമിലുണ്ട്. പിന്നെ മലയാളം വെർഷൻ ഉണ്ട് തോന്നുന്നതിന്. ഞാൻ തമിഴ് വെർഷനാണ് കണ്ടത്. നല്ല തെറിയായിരുന്നു, പച്ച തെറി അറിയുന്നുണ്ട്. മൊത്തത്തിൽ ഈ സീരീസ് വേറെ ലെവലാണ്. കണ്ടു നോക്കുക. ഭയങ്കരമായിട്ട് നമ്മൾ ഇമോഷണലി കണക്ട് ചെയ്യും സീരീസ്. അവസാനത്തേക്കൊക്കെ എത്തുമ്പോൾ നമുക്ക് ഒരിക്കലും കണ്ണു നിറയാതെ കണ്ടു തീർക്കാൻ പറ്റില്ല, അറിയില്ല, അങ്ങനത്തെ ഒരു പരിപാടി. ഡോണ്ട് മിസ് ഇറ്റ്, എന്തായാലും കാണുക.